നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെൻമാർക്കിനെ കുറിച്ച് നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ അറിവുണ്ടായിരിക്കും. എന്നിരുന്നാലും ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ജെറ്റ്ലാൻഡ് പെനിൻസുലയും നിരവധി ദ്വീപുകളും ഉൾപ്പെടുന്ന മനോഹരമായ ഒരു സ്കാൻഡിനേവിയൻ രാജ്യമാണ് ഡെൻമാർക്ക്. ഓറസ്റ്റൻഡ് പാലം വഴി ഇത് അടുത്തുള്ള സ്വീഡനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കോപ്പൻഹേഗനാണ് അതിൻ്റെ തലസ്ഥാനം. രാജകൊട്ടാരങ്ങളും വർണ്ണാഭമായ നിഹാൻ തുറമുഖവും ടിവോലി അമ്യൂസ്മെൻറ്റ് പാർക്കും കൂടാതെ ലിറ്റിൽ മെർമെയ്ഡ് സ്റ്റാച്യുവും ഇവിടെയുണ്ട്. അതിപ്രശസ്തനായ എഴുത്തുകാരൻ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിൻ്റെ ജന്മനാട് കൂടിയാണ് ഇവിടം. നിങ്ങൾക്ക് ഡെൻമാർക്കിലേക്ക് പോകണോ? നിങ്ങൾക്ക് യൂറോപ്പ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നോളൂ, ആ സ്വപ്നം യാഥാർത്ഥ്യമാകും. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഒരുക്കി ഡെൻമാർക്ക് നിങ്ങളെ കാത്തിരിക്കുന്നു. പള്ളിയിൽ മണിയടിക്കുന്നവരെ മുതൽ, അതായത് കപ്പിയാരെ മുതൽ ഡോക്ടർമാരെ വരെ അവർ കാത്തിരിക്കുന്നു. ഡെൻമാർക്കിലെ തൊഴിൽ ദൗർലഭ്യം പരിഹരിക്കുന്നതിനായി വിദേശ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു കൊടുക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ തീരുമാനത്തിൻ്റെ ഫലമായി ഇന്ത്യ അടക്കമുള്ള വിദേശ ജീവനക്കാർക്ക് ലഭിക്കാവുന്ന തൊഴിലുകളുടെ ഒരു ലിസ്റ്റ് ഡാനിഷ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തു. ഇതിനു മുൻപ് ഡെൻമാർക്കിൽ ഒരു ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വിദേശ തൊഴിലാളികൾ ഡെൻമാർക്കിൽ എത്തിയത് ഇന്ത്യയിൽ നിന്ന് തന്നെയായിരുന്നു. ഇനി വരുന്ന പുതിയ സാഹചര്യത്തിൽ ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് തൊഴിൽ നേടി ഡെൻമാർക്കിൽ കുടിയേറാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഡെൻമാർക്കിൽ ഒരുങ്ങുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, കാരണം ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്ത് പോകുന്നതാണ്. ഈ 2023 ജനുവരി മാസം മുതൽ വിദേശത്ത് നിന്നുള്ള തൊഴിലാളികളെ ഡെൻമാർക്കിലേക്ക് എത്തിക്കുന്നത് 2 പ്രത്യേക വിഭാഗങ്ങളിൽപ്പെടുത്തിയിട്ടാണ്. ഉടൻ തന്നെ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടപടികളൊക്കെ ആരംഭിക്കുന്നതായിരിക്കും. ആ ജോലികളുടെ ലിസ്റ്റൊക്കെ ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. ഈ വരുന്ന ജൂൺ മാസത്തോടുകൂടി പൂർണ്ണമായിട്ടും വിദേശ തൊഴിലാളികളെ ഡെൻമാർക്കിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ പ്രതീക്ഷയിലാണ് ഡാനിഷ് ഗവൺമെൻറ്. ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സിനെ ആവശ്യമുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുമായി 2 കാറ്റഗറികളിലായിട്ടാണ് ജോബ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഡാനിഷ് ഏജൻസി ഫോർ ലേബർ മാർക്കറ്റ് ആൻഡ് റിക്രൂട്ട്മെൻറ്റിൽ നിന്ന്, അതായത് സ്റ്റാർ എന്ന് ചുരുക്കി പറയും, അവിടെ നിന്ന് ലഭിച്ച ഒരു പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് തൊഴിൽ സാധ്യതകളുടെ ലിസ്റ്റുകൾ പുറത്തുവിട്ടത്. ഏകദേശം 40 തരത്തിലുള്ള ജോബുകളുടെ ഒരു ലിസ്റ്റ് ആണ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സിന് വേണ്ടിയിട്ട് ഏകദേശം 36 ടൈപ്പ് ഓഫ് ജോബ് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് ഏകദേശം 40 തരത്തിലുള്ള ജോലികൾക്കായിട്ട് ഡെൻമാർക്കിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ ലിസ്റ്റിലുള്ള ജോലിക്കായിട്ട് ഡെൻമാർക്കിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു വേണ്ടുന്ന യോഗ്യതയുള്ള വിദ്യാഭ്യാസ പശ്ചാത്തലം ഉണ്ടായിരിക്കുകയും വേണം. അതുപോലെ തന്നെ ഡാനിഷ് വർക്ക് വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് ആ തൊഴിലിൽ ഒരു ജോബ് ഓഫർ ലെറ്റർ കൂടി ഉണ്ടായിരിക്കുകയും വേണം. ഓരോ കാറ്റഗറി തരംതിരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ലിസ്റ്റാണ് പുതുതായി ഡാനിഷ് ഗവൺമെൻറ് പബ്ലിഷ് ചെയ്തത്. അത് സ്ക്രീനിൽ വ്യക്തമായി എഴുതി കാണിക്കുന്നുണ്ട്. ഓരോന്ന് വായിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നതുമാണ്. അതുപോലെ തന്നെ സ്കിൽഡ് വർക്കേഴ്സിനുള്ള പ്രത്യേക ലിസ്റ്റിൽ 36 ടൈപ്പിലുള്ള ജോലികളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ അവർ നോക്കുന്നത് ഏറ്റവും കൂടുതൽ തൊഴിൽ എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രം ആണ്. ആ ലിസ്റ്റിലുള്ള 36 ജോലികൾ എന്തൊക്കെയാണെന്ന് സ്ക്രീനിൽ വ്യക്തമായി എഴുതി കാണിക്കുന്നുണ്ട്. നന്നായി നോക്കി മനസ്സിലാക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ജോബ് വേക്കൻസികൾ ഉള്ള ഡെൻമാർക്കിലെ കമ്പനികളെ കണ്ടുപിടിക്കുകയും ആപ്ലിക്കേഷൻ അയക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. വ്യക്തമായിട്ട് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. അതുപോലെ തന്നെ
ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള കാറ്റഗറിയിലുള്ള ഏകദേശം 40 ജോബുകളുടെ ലിസ്റ്റും അതുപോലെ തന്നെ സ്കിൽഡ് കാറ്റഗറിയിലുള്ള 36 ജോബുകളുടെ ലിസ്റ്റും ഈ വീഡിയോയുടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കുകയും അതനുസരിച്ച് നിങ്ങൾ സെർച്ച് ചെയ്ത് നിങ്ങളുടെ ജോലി കണ്ടുപിടിക്കുകയും അവിടെ നിന്ന് ഒരു ഓഫർ ലെറ്റർ കൂടി കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയും അങ്ങനെ നിങ്ങൾക്ക് ഡെൻമാർക്കിലേക്ക് ഒരു ജോലിയോടുകൂടി എത്തുകയും ചെയ്യാം. അത് ഉറപ്പാണ്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡെൻമാർക്കിലെ ജോബുകളുടെ സൈറ്റുകളും അതിൻ്റെ ലിങ്കുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. യാതൊരു വിധത്തിലും നിങ്ങൾ വഞ്ചിതരാകരുത്. അതിനുവേണ്ടി ഒരു പൈസ പോലും നിങ്ങൾ ചിലവാക്കുകയും ചെയ്യരുത്. ആരെങ്കിലും പണം വാങ്ങി നിങ്ങളെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കുക, അതിൽ ചതി ഒളിച്ചിരിപ്പുണ്ട്. ഈ പുതിയ പദ്ധതി ഡയറക്റ്റ് ഡെൻമാർക്കിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടിയാണ്. അതിനുവേണ്ടി അവർ വേറെ ഏജൻസികളെ ഒന്നും ഇതുവരെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടില്ല. കൂടാതെ ഞങ്ങൾ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളുടെ വക്താക്കളോ അല്ല എന്നുകൂടി പറയട്ടെ. ഞങ്ങൾ അറിയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഗവൺമെൻറ് വെബ്സൈറ്റുകളിൽ വരുന്ന വിവരങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അതിലൂടെ ആർക്കെങ്കിലും ഒരു ഉപകാരം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, അതുമാത്രമാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും എന്ന് ഉറപ്പുണ്ട്. ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.